അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് മാവ് നട്ട് കഴിഞ്ഞിട്ടാണ്. ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. മാവിന് കഞ്ഞിവെള്ളം ഒഴിക്കുമോ? ഈ നട്ട മാവിന് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് എന്താ കാര്യം? അതൊക്കെ വഴിയെ പറയാട്ടോ. അപ്പം നമ്മളിവിടെ ടെറസിൽ ഇഷ്ടം പോലെ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചിട്ടാ. ഒട്ടുവിധ പച്ചക്കറികളും ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. വെറൈറ്റി സംഭവങ്ങളല്ല, നാടൻ ഐറ്റംസാണ് കേട്ടോ എല്ലാം നട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് മാവ് നടാമെന്ന് വിചാരിച്ച്. മാവിൻ്റെ തൈകൾ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മുള വന്നിട്ട് മുളച്ചിട്ട് നല്ല കുറേ തൈകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഡ്രമ്മാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രമ്മിന് നന്നായിട്ട് അടിയിൽ നന്നായിട്ട് ഹോളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ ചോദിക്കും ഡ്രമ്മിന് ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനൊരു 5-6 ഹോള് നല്ല എന്താ പറയുക പപ്പടക്കോല് ചൂടാക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ നല്ല തുളച്ച് കൊടുത്തിട്ടാണ് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് തുള വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചകിരി നമ്മൾ കമിഴ്ത്തിയിടുക കേട്ടോ. അപ്പം നമ്മൾ മാവാണ് നടാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് നടണം. മാവല്ല നടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് എപ്പോഴെപ്പോഴും എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ നട്ടു നോക്കുക കേട്ടോ. നടാൻ ആഗ്രഹമുള്ളവർ ഇതേപോലെ ചെയ്ത് നോക്കിക്കോ. അപ്പം നമ്മൾ ആദ്യം ചകിരി ഇട്ട് പിന്നെ ഇഷ്ടം പോലെ മാവിൻ്റെ ഓരോ ചവറാണ് ഇട്ടത്. കരിയിലകളാണ് മാവിൻ്റെ ആണ്. പിന്നെ ചവറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിറച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ അത് നന്നായിട്ട് കുത്തി നിറച്ചിട്ട് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഈ വേസ്റ്റും നമുക്ക് നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല ഭംഗിയായിട്ട് വൃത്തിയും വെടുപ്പിലൊക്കെ ഇരിക്കാൻ ഇതേപോലൊക്കെ കരിയിലകളൊക്കെ അടിച്ച് ചാക്കിലൊക്കെ ആക്കി ചെടി നടണം നല്ലതാണ്. അപ്പം ഞാൻ മണ്ണിട്ട് അതിൻ്റെ മേലേക്ക് ഞാനൊരു ചിരട്ട ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെയും ചവറുകൾ അതിൽ നിറച്ചു. അപ്പോൾ നമ്മളിത് മാവിൻ്റെ കൊമ്പൊക്കെ വെട്ടിയപ്പോൾ കിട്ടിയ നിറച്ചും ചവറുകളാണ് കേട്ടോ. അപ്പോൾ കമ്പും ചില്ലിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ വീണ്ടും മണ്ണിട്ട് കൊടുത്തു. പിന്നെ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൽ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടാണ്. മിഠായിയുടെ കടലാസും ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മാറ്റും. പക്ഷേ ചിലത് അറിയാതെ തന്നെ പെടുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ കമ്പോസ്റ്റ് നമ്മുടെ വാഴൻ്റെ ആ ഒരു കൊലല്ലേ അതിൽ നിന്നുണ്ടായ കമ്പോസ്റ്റാണ് കേട്ടോ. നല്ല അലുത്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ടൈം പിടിക്കാൻ ഒന്നുകൂടി നന്നായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ടൈമില്ല. നമ്മൾ പുതിയത് നടണമല്ലേ. അപ്പോൾ ആ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണില്ലാത്തതുകൊണ്ടാണ് ഈ വക കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണത്. പിന്നെ കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ കരിയിലിടുക, മണ്ണിടുക, ചാണകപ്പൊടി ഇടുക, പിന്നെയും കരിയിലിടുക, മണ്ണിടുക, ചാണകപ്പൊടി ഇടുക. അങ്ങനെ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 3 സ്റ്റെപ്പ് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടാണ്. നമ്മൾ വലിയ ഡ്രം ആയതുകൊണ്ടാണ്. നമ്മൾ എത്ര തന്നെ കരിയിലിട്ടാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേനും താഴ്ന്നു പോവേ, അത് ദ്രവിച്ചു പോകും. അപ്പോൾ അതിങ്ങനെ താഴ്ന്ന് വരുമ്പോൾ നമ്മൾ വീണ്ടും പിന്നെയും കരിയിലകൾ ഇട്ട് കൊടുക്കണം. നട്ട് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നോളൂ കേട്ടോ. അപ്പം ഞാനിത് മാവിന് തൈ നടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കുന്നത് കേട്ടോ. മണ്ണൊക്കെ മാറ്റിയിട്ട് മാവ് തൈ ഞാൻ മുളപ്പിച്ചതാണ്. ഞാനല്ല, ഉമ്മ ഒരു മാവ് തൈ മുളപ്പിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തൈകൾ ഒരു മാങ്ങയുടെ അണ്ടിയിൽ നിന്നാണ് ഇത്രയും തൈകൾ മുളച്ച് വന്നിരിക്കുന്നത്. അതെന്ത് പ്രതിഭാസം എന്ന് എനിക്കറിയില്ല. നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ചിട്ട് ഒരു മാങ്ങാണ്ടി, നമ്മുടെ മാവിൻ്റെ തന്നെ മാങ്ങാണ്ടി വെച്ച് കൊടുത്തതാണ്. അത് മുളച്ച് വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കവറിൽ നിന്ന് എടുത്ത് മാറ്റുന്നില്ല. കവറിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് അങ്ങനെ തന്നെ കവർ കൊടുക്കാൻ അങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കവർ മാറ്റണുള്ളേ. അപ്പോൾ അടിവശം ഒരു സൈഡ് ഇങ്ങനെ വെട്ടി കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ വേര് ഇളകി പോകാതിരിക്കാനാണ് ഈ മെത്തേഡ് ചെയ്യുന്നിട്ട്. അപ്പം നമുക്കിത് നന്നായി പിടിച്ചു കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ആ ഒരു മണ്ണിൽ നിന്ന് എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ എന്തായാലും വേരിളകും. അപ്പോൾ വേരിളകാതിരിക്കാനാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. അപ്പോൾ അടി വെട്ടിക്കൊടുത്ത് എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ്. നിങ്ങൾക്ക് മാവ് ആവശ്യമുണ്ടെങ്കിൽ മാവിൻ തൈ, മൂവാണ്ട മാവിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ നട്ടു കൊടുത്ത് ഇഷ്ടംപോലെ മാവിൻ തൈ എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ അയച്ചു തരുന്നതാണ്. അപ്പം ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനിയും കുറച്ചും കൂടിയും ചകിരി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാവും തൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പൊതയിടുന്ന പോലെയാണ് ചവർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ വീണ്ടും ചകിരി വെച്ച് കൊടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ ചകിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കവറിൽ നിന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതേപോലെ ഞാൻ ചകിരി 4 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ രീതിയിൽ ചവറ് അതുപോലെ കരിയിലയും പിന്നെ അതുപോലെ മണ്ണും ചാണകപ്പൊടിയൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ മാവ് നടുകയാണെങ്കിൽ മാവിൻ്റെ വേര് പെട്ടെന്ന് പിടിച്ചിട്ട് കിട്ടാം. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കിത് വ്യത്യാസം കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ബക്കറ്റിൽ ഈ ഡ്രമ്മിൽ നിറച്ച് വെച്ചില്ലേ, ഫുള്ളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊരു ആഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെ താഴ്ന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ചവറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ് ആ വേര് പിടിച്ച് കിട്ടുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് ആയി കിട്ടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇപ്പം ഞാനിത് നടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഈ ചകിരിയുടെ പുറത്ത് ഞാൻ വീണ്ടും കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഒന്നും കൂടി താഴ്ന്നിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇത് നന്നായിട്ട് ദ്രവിച്ചിട്ടാൻ. അപ്പോൾ നമ്മുടെ മൂവാണ്ട മാവിൻ്റെ ഈ മാവിൻ്റെ സെയിം തൈയാണ് കേട്ടോ അത്. അപ്പോൾ ആകാശത്തുനിന്ന് ഇതാ പറവകളൊക്കെ രാത്രി സമയമാവാനായി അവരവരെ കൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നു പോകണത് ഞാനൊന്ന് പിടിച്ചു എന്നുള്ളൂ. അപ്പോൾ അതാ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മാവിന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലതാണ്, പക്ഷേ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 1-2 വട്ടോ ഇതേപോലെ നമ്മൾ ഈ ഒരു പോട്ടിങ്ങാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ അഴുകിയിട്ട് താഴത്തേക്ക് ഇങ്ങനെ പോട്ടും. അപ്പോൾ നമ്മൾ വേര് പിടിച്ചിട്ടാൽ നല്ലതാണ്. പെട്ടെന്ന് തന്നെ മറ്റേ കരിയിലയും ഒക്കെ ദ്രവിച്ചു കിട്ടുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേരും ഇതിലുള്ള വേര് പിടിച്ചതാണ് ഇത്, പക്ഷെ നമ്മൾ ആ മണ്ണൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ അത് വേര് നന്നായിട്ട് പിടിച്ചിട്ട് വിട്ട ഡ്രമ്മിലേക്ക്. പിന്നെ നമ്മൾ കവറിൽ മണ്ണ് കുറവായത് കാരണം ഞാൻ കുറച്ചും കൂട്ടിലും മണ്ണും അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മാവ് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഊരിയെടുക്കും. ഇതിൻ്റെ അടി കട്ട് ചെയ്ത കാരണം എനിക്കത് ഊരിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതേപോലത്തെ നല്ല മാങ്ങ ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഇതേപോലെ മാങ്ങാത്തരയും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. മൂവാണ്ട മാവിൻ്റെ തൈയാണ്, വർഷത്തിൽ 3 തവണ മാങ്ങ ഉണ്ടാവും. വർഷം മുഴുവൻ പറഞ്ഞ പോലെ മാങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിൻ്റെ മുകളിലത്തെ മാങ്ങ ഒക്കെ പഴുത്ത് അതൊക്കെ പറിച്ചു നമ്മൾ മാങ്ങാത്തര ഉണ്ടാക്കി ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഇതാ വീണ്ടും മാവ് പൂത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഏതെങ്കിലും വീഡിയോയിൽ ഇടണ്ട്, പിന്നെ കാണിച്ചു തരാം കേട്ടോ മാവ് പൂത്തത്. അപ്പോൾ ഇതേപോലെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ നമുക്ക് മാവ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു മാവ് നട്ടുപിടിപ്പിക്കാം. സ്ഥലമില്ലാത്തവർക്കും ഈ ഒരു മെത്തേഡിൽ നമുക്ക് മാവ് നട്ടുപിടിപ്പിക്കാം. ഇതേപോലത്തെ അടിപൊളി സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 ദിവസത്തിന് ശേഷം മാവിലൊക്കെ താഴ്ന്നു പോയിട്ട് മാവ് അത്യാവശ്യം പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിൽപ്പനക്കുള്ള തൈകൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇത് ഞാനൊരു ഡെമോ കാണിക്കണതാണ് കേട്ടോ. ഇതൊരു പ്ലാന്റാണ്, മാവിൻ്റെ തൈ മുളച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഇത് മൂവാണ്ടമാവാണ്. മൂവാണ്ടമാവ് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ. പിന്നെ നമുക്ക് സെയിലൊക്കെ നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ പ്ലാന്റ്സുകളൊക്കെ സെയിലിന് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാന്റിൻ്റെ സെയിലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാവ് വീണ്ടും പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ സൈഡിലായിട്ടാണ് പൂത്തക്കുന്നത്, ഫുള്ളും പൂത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ മാവിൻ്റെ കൊമ്പൊക്കെ ജസ്റ്റ് ഒന്ന് വെട്ടിയായിരുന്നേ. ഇത് ടെറസിൻ്റെ പൊക്കത്ത് ആണ് കേട്ടോ, മറ്റേത് ജനലിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് പൂത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.